ഗൈസ്, പണ്ടൊരു വീഡിയോയിൽ ഞാൻ ഓൾറെഡി കാണിച്ചിട്ടുണ്ട്. ഞാൻ കുറേ കാലം നിന്ന വീടാണ് ഗൈസ്. ഇതാണ് നമ്മുടെ കോയക്കപ്പുളി. പണ്ടിവിടെ നിന്ന സമയത്ത് ഇത് വളരെ ചെറുതായിരുന്നു. ഇപ്പം ഇതിൽ തൽക്കാലം പുളിയൊന്നുമില്ല, പക്ഷേ വലിയ മരമായിട്ടുണ്ട്. ഇതാണ് നമ്മുടെ മിഷൻ പുര. ഷീറ്റടിക്കുന്ന മെഷീനാണ് ഗൈസ്. റബ്ബർ പാല് എടുത്ത് ഷീറ്റടിക്കുന്ന മെഷീനാണ്. ചെറിയ സെറ്റപ്പാണ് ഗൈസ്, ചെറിയ സെറ്റപ്പ്. ഇവിടെ ഇതുപോലത്തെ കുറേ സാധനങ്ങളുണ്ട്. ഇത് റംബുട്ടാൻ്റെ മരമുണ്ട് ഗൈസ്. മേലെ കാണുമ്പോൾ എല്ലാം ഒരേപോലെ തോന്നുന്നു. പിന്നെ ഇതാ ഇവിടെ ചാമ്പക്ക പിടിച്ചിട്ടുണ്ട്, നിറച്ചുണ്ട്. പക്ഷേ ഇതൊന്നും മൂത്തിട്ടില്ല, എല്ലാം പച്ചയാണ് ഗൈസ്. ഇവിടെ കുറച്ചുണ്ട്. ഇത് ഗൈസ് ചാമ്പക്ക. ഇതൊന്നും മൂക്കാത്തതാണ് ഗൈസ്. കളർ മാറിയിട്ടില്ല, വെള്ള കളറായിട്ടുള്ളൂ. പണ്ട് ഞാൻ നട്ട ചെമ്പരത്തിയാണ് ഗൈസ് ഇത്. കുറേ കാലമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ചെമ്പരത്തിയാണ്. നിറയെ ചെമ്പരത്തി പൂ പിടിച്ചിട്ടുണ്ട് ഇപ്പോൾ. ഇവിടെയുള്ള അടുത്ത സാധനമാണ് ഗൈസ്. ഇത് പനിനീർ ചാമ്പയുടെ മരമാണ്. ഇതിലൊന്നും പിടിച്ചിട്ടില്ല. ഒറ്റൊരു പനിനീർ ചാമ്പ എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്തതാണെന്ന് തോന്നുന്നു. നമുക്കത് പറിക്കാം ഗൈസ്. പറിച്ചിട്ടുണ്ട്. നല്ല റെഡ് കളറായിട്ടുണ്ട് ഗൈസ്. ഗൈസ്, അപ്പോൾ ഒരു പനിനീർ ചാമ്പ നമുക്ക് കിട്ടിയിട്ടുണ്ട്. മധുരം ഉണ്ടോ നമുക്ക് നോക്കാം. ഒരു ഉറുമ്പുണ്ട് ഗൈസ്, അതാണ് ഞാൻ കുടഞ്ഞ് കളഞ്ഞത്. സൂപ്പർ ടേസ്റ്റ് ഗൈസ്. നല്ലോണം നല്ല മധുരം, നല്ല നമ്മുടെ പനിനീരിൻ്റെ ടേസ്റ്റ് നല്ലോണം കിട്ടുന്നുണ്ട്. ശരിക്കും ഇത് ഒറ്റൊന്ന് മാത്രമേ ഉള്ളൂ. കുറച്ച് ദിവസം മുന്നേ നിറയെ ഉണ്ടായിരുന്നു, എല്ലാം ഒരുമിച്ച് വീണ് പോയി എന്നാണ് പറഞ്ഞത്. കാണാനുണ്ട്, എൻ്റെ അടിയിൽ ഇഷ്ടം പോലെ വീണിട്ട് കാണുന്നുണ്ട്. അപ്പോൾ ഞാൻ അറിഞ്ഞില്ല ഗൈസ്. അറിഞ്ഞെങ്കിൽ ഞാൻ വന്ന് ഫുൾ പറിച്ചേനെ. നല്ല ടേസ്റ്റ് ഉണ്ട്. ഒറ്റൊന്ന് മാത്രം ഉള്ളൂ, ബാക്കി മരത്തിൽ ഫുൾ വീണ് പോയിട്ടുണ്ട്. സോ നമുക്ക് അടുത്ത സാധനം നോക്കാം. കണ്ടോ ഗൈസ്, ഫുൾ നിലത്ത് വീണ് പോയി. ആയതുകൊണ്ട് തന്നെ നമ്മളിവിടെ നിൽക്കാത്തതുകൊണ്ട് ഇല ആയതുകൊണ്ട് നമുക്കതൊന്നും ഉപയോഗിക്കാൻ പറ്റില്ല, ഒന്നും എടുക്കാൻ പറ്റില്ല ഗൈസ്. കണ്ടോ, ഫുൾ വീണിട്ടുണ്ട്. ഇതൊക്കെ ഫുള്ള് വീണിട്ടുണ്ട് ഗൈസ്. നെക്സ്റ്റ് ടൈം പിടിക്കുമ്പോൾ നമുക്ക് ഇതൊരു ചെറിയാണ്, ആഫ്രിക്കൻ ചെറി എന്നാണ് പറയുന്നത്. ഇതിൻ്റെ മരം വേറൊരു മരം വീണ് ഒടിഞ്ഞു പോയിട്ടുണ്ട് ഗൈസ്. ഇതും നല്ലൊരു ഫ്രൂട്ടായിരുന്നു. നമ്മളിവിടെ ഉണ്ടായിരുന്ന സമയത്ത് എപ്പോഴും നമ്മൾ കഴിച്ചുകൊണ്ടിരുന്നൊരു ഫ്രൂട്ടായിരുന്നു ഇത്. അപ്പം ഞാൻ ഇതിൻ്റെ ഇതിൽ എങ്ങനത്തെ ഫ്രൂട്ടാണ് പിടിക്കാമെന്ന് ഞാനൊരു ഫോട്ടോ കൊടുക്കാം. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങൾ ആരുടെയെങ്കിലും വീട്ടിലുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. പിന്നെ നമുക്കിവിടെ സപ്പോട്ട ഉണ്ടായിരുന്നു ഗൈസ്. സപ്പോട്ട ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കാര്യങ്ങളൊന്നും നിങ്ങൾ നോക്കരുത്, കാരണം ഇപ്പോൾ ഇവിടെ ആരും താമസിക്കുന്നില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ കുറച്ച് അലങ്കോലമായി കിടക്കുന്നത്. അപ്പോൾ ഇത് സപ്പോട്ട ഉണ്ടായിരുന്നു. പിന്നെ മാവും മുട്ടപ്പഴമൊക്കെ ഉണ്ട് ഗൈസ്. പക്ഷേ അതൊന്നും ഇപ്പോൾ പിടിച്ചിട്ടില്ല തോന്നുന്നു. അങ്ങോട്ട് ഞാൻ പോകുന്നില്ല. ഈ വീട്ടിൽ ഞാൻ കുറച്ച് മെമ്മറീസ് കണ്ടിട്ടുണ്ട്. ഒരു ഫോട്ടോ ആൻഡ് എനിക്ക് കിട്ടിയ കുറച്ച് ട്രോഫികൾ, ഒരു മെഡൽ, ഒരു പൊട്ടിപ്പോയിട്ടുണ്ട് ഗൈസ്. ഇത് കോളേജിൽ ഒരു പ്രൊഡക്റ്റ് ലോഞ്ച് ചെയ്തിട്ട് സെക്കൻഡ് പ്രൈസ് കിട്ടിയതാണ് ഗൈസ്. പുതുതായിട്ട് കണ്ടുപിടിച്ചൊരു സാധനം ഇൻവെൻറ്റ് ചെയ്തിട്ട്. അപ്പോൾ എൻ്റെ സെക്കൻഡ് പ്രൈസിൻ്റെ സാധനമാണിത്. പിന്നെ കുറച്ച് ട്രോഫികൾ. ഇവിടെ ഒരു പൊടി പിടിച്ച പെട്ടിയുണ്ട്. റീബോക്കിൻ്റെ ഒരു ഷൂവിൻ്റെ ബോക്സാണ്. ഇതിലെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇതൊക്കെ എൻ്റെ പഴയ സാധനങ്ങളാണ് ഗൈസ്. ഒരു വാച്ചുണ്ട്, ഇതൊക്കെ പൊട്ടിപ്പോയിട്ടുണ്ട് ഗൈസ്. എങ്ങനെ ആയതെന്ന് എനിക്കറിയില്ല. പിന്നെ ഒരു അലോവേര ജെല്ലിൻ്റെ പെട്ടി, പൊട്ടുണ്ട് ഗൈസ്. വേറെ വേറെ പൊട്ടുകളുണ്ട് ഗൈസ്, ഒരുപാടുണ്ട് ഗൈസ്. ഇതൊന്നും എന്തുകൊണ്ടാണ് ഞാൻ കൊണ്ടുപോകാതിരുന്നതെന്ന് എനിക്ക് ഓർമ്മയില്ല. പൊട്ടുകൾ
പഴയ പൊട്ടുകളാണ് ഗൈസ് ഇതൊക്കെ. ഒരു വള, വെറൈറ്റി ഉള്ളൊരു വള, പിന്നെ നെയിൽ പോളിഷ്. ഇതൊക്കെ മോശമായിട്ട് ഉണ്ടാവാനാണ് ചാൻസ്. നെയിൽ പോളിഷ്. പിന്നെ ഇതൊക്കെ കുറച്ച് കവർ. ഇതാ വീണ്ടും പൊട്ടുകളാണ് ഗൈസ് കാണുന്നത്. പഴയ പൊട്ട്. ഫെയർ ആൻഡ് ലവ്ലി, അതിൻ്റെ കൂടെ സാമ്പിൾ കിട്ടിയതായിരിക്കണം. ഫെയർ ആൻഡ് ലവ്ലി ഒന്നും ഞാൻ യൂസ് ചെയ്തിട്ടില്ല. പിന്നെ പണ്ടത്തെ കുറച്ച് ഡാൻസിൻ്റെ മെമ്മറീസ്, വളകളുണ്ട്. നേരത്തെ കണ്ട പോലെ വേറെ കളറ് വള, ക്ലിപ്പ്, അങ്ങനത്തെ കുറച്ച് സാധനങ്ങളാണ് ഗൈസിൻ്റെ അകത്തുള്ളത്. ക്ലിപ്പുകൾ. ഇതൊക്കെ ആരാണ് ഈ ബോക്സിലിട്ട് വെച്ചതെന്ന് എനിക്ക് ഓർമ്മയില്ല ആക്ച്വലി. സോ ഇങ്ങനത്തെ കുറച്ച് മെമ്മറീസ് ആണുള്ളത്. വേറൊരു മെമ്മറിയാണ് ഗൈസ് ഈ ഒരു സാധനം. ഇത് മറ്റേ നമ്മുടെ ലെൻസാണ്. നിങ്ങൾക്ക് എത്രത്തോളം കാണാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. പണ്ട് ഉത്സവപ്പറമ്പെന്ന് വാങ്ങിയതാണ്. ഇതിൻ്റെ ഒരു സൈഡ് കാണാനില്ല, ഒരു സൈഡ് മാത്രമേ ഉള്ളൂ. ഇവിടുന്ന് കിട്ടിയ ഒരു വിലമതിക്കാനാവാത്തൊരു മെമ്മറിയാണിത്. സ്കൂളത്തെ ഐഡൻറ്റിറ്റി കാർഡായിരുന്നു. ഇതായിരുന്നു നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഹയർ സെക്കൻഡറിയിൽ പഠിക്കുന്ന +2ത്തെ കാർഡായിരുന്നു. അപ്പോൾ ഇത് എൻ്റെ ഒരു ലൈഫിലെ ടേണിംഗ് പോയിൻ്റ് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ അതുകൊണ്ട് ആ ഒരു കാർഡ് കിട്ടി. പിന്നെ ഇവിടെ കുറച്ച് ബുക്സാണുള്ളത്. കൂടുതലും ബുക്സും അസൈൻമെൻറ്റ്സിൻ്റെ ബാക്കിയൊക്കെയാണുള്ളത്. എനിക്കൊരു ഒരു മെമ്മറി കിട്ടിയിട്ടുണ്ട്. കുറച്ച് ഫോട്ടോസാണ്, കാണിച്ചു തരാം ഗൈസ്. ഇതിൽ ഞാൻ മാളുവാണ്, ഇതിൻ്റെ സിസ്റ്ററാണ്. പിന്നെ മാളു ആൻഡ് ഹെർ ബ്രദർ. പിന്നെ അമ്മ. ഇവിടെ നിന്ന് നമ്മളെ വീട്ടിലുണ്ടായ ഒരു പാവക്ക പിടിച്ചിട്ടുള്ളൊരു ഫോട്ടോ ആണ്. ഇതെൻ്റെ ചെറുപ്പത്തിലെ ഫോട്ടോ ആണ് ഗൈസ്. ഞാൻ ചെറിയ കുട്ടി ഉണ്ടായിരുന്നപ്പോൾ ഇത് അച്ഛൻ്റെ വീട്ടിലുണ്ടായതാണ്. ഈ ഒരു ലവ് ബേർഡ്സിൻ്റെ കൂടും കാര്യങ്ങളൊക്കെ. അപ്പോൾ അവിടെ നിന്നിട്ടുള്ളൊരു പഴയൊരു ഫോട്ടോ. പിന്നെ എൻ്റെ വേറൊരു മെമ്മറിയാണ് ഗൈസ്. പണ്ടൊരു പയർ പറിച്ചൊരു രാവിലെ എടുത്തൊരു ഫോട്ടോ ആണിത്. ഇത് ഞാനാണ് ഗൈസ്. അപ്പോൾ കുറേ കാലത്തിന് ശേഷം ഞാൻ വന്നിട്ട് കുറേ മെമ്മറീസൊക്കെ കാണാൻ പറ്റി. എനിക്ക് ഭയങ്കര നൊസ്റ്റാൾജിക്കായിട്ടുള്ള കുറേ സാധനങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അതിൽ കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഞാൻ നിങ്ങളെ കാണിച്ചിട്ടുള്ളൂ. അപ്പോൾ ഇനി നമുക്ക് താഴെ എൻ്റെ ഇളയച്ചൻ്റെ വീടുണ്ട്. അപ്പോൾ ഇളയച്ചൻ്റെ വീട്ടിലേക്കൊന്ന് പോയിട്ട് വരാം. അപ്പോൾ കുറച്ച് പെട്ടെന്നൊന്ന് പോയിട്ട് അവിടെ എനിക്കതെങ്കിലും കാണിക്കാനുണ്ടെങ്കിൽ മാത്രമേ ഞാൻ കാണിക്കുള്ളൂ. ചിലപ്പോൾ ഞാൻ ഇത്ര പോലെ ഇട്ട് ചിലപ്പോൾ ഈ വീഡിയോ എൻഡ് ചെയ്യും. അപ്പോൾ നമുക്ക് താഴെ വരെ ഒന്ന് പോയിട്ട് വരാം. ഞാൻ എൻ്റെ പല വീഡിയോസിലും കാണിച്ചിട്ടുണ്ട്. ഇതാണ് എൻ്റെ ഇളയപ്പൻ്റെ വീട്. ആൻഡ് ഇത് നമ്മുടെ മീൻകുളമാണ് ഗൈസ്. മീനൊന്നും ഇപ്പോൾ ഇല്ല എന്നാണ് എൻ്റെ ഒരു അറിവ്. അപ്പോൾ നമുക്ക് വീട്ടിലേക്ക് പോയി നോക്കാം ആരെങ്കിലും ഉണ്ടോ എന്ന്. നമുക്കിവിടെ ഒരു തോടുണ്ട് ഗൈസ്. പണ്ട് കളിച്ച് നടന്ന തോടാണ്. ഇപ്പോൾ കുറച്ച് വെള്ളമേ ഉള്ളൂ. നമുക്ക് വേറൊരു ദിവസം തോട്ടിൽ പോകാം ഗൈസ്. ഇപ്പോൾ ചിറ കെട്ടിയ വെള്ളമാണ്, അതുകൊണ്ട് ഞാൻ പോകുന്നില്ല ഗൈസ്. ഒരേ ചെമ്പരത്തിയിൽ 2 കളർ പൂ. എല്ലാവരും നോക്കൂ ഗൈസ്. ഒറ്റ ചെടിയാണ് ഗൈസ്. അപ്പോൾ ഗൈസ് ഇന്നത്തെ ഒരു കുഞ്ഞു വ്ളോഗായിരുന്നു. ആൻഡ് ഇത് ഞാൻ പണ്ട് താമസിച്ച ആ ഒരു സ്ഥലമാണ്. അപ്പോൾ ഇവിടെ വന്നപ്പം പറഞ്ഞ പോലെ ഒരുപാട് മെമ്മറീസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എൻ്റെ ഒരു സ്കൂൾ ലൈഫും കോളേജ് ലൈഫും ഒക്കെ ഞാൻ പോയത് ഇവിടെ നിന്നായിരുന്നു. അപ്പോൾ അതിൻ്റെ എല്ലാം ഒരുപാട് ഓർമ്മകളും കാര്യങ്ങളൊക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇവിടെ ആക്ച്വലി നല്ല ഇഷ്ടംപോലെ മരങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നല്ല രസമുണ്ട് ഇവിടെ നിൽക്കാനും ഇതൊക്കെ. അപ്പോൾ നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് തന്നെ പോവുകയാണ്. സോ ഇന്നത്തെ വ്ളോഗ് ഇവിടെ അവസാനിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഓക്കെ, ബൈ.